വെൽക്കം. നമ്മൾ ഇന്ന് അബുദാബി തന്നെ സൺസെറ്റ് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, വത്ബ ഹിൽസ്. അവിടത്തേക്ക് പോവാണ്. അവിടുത്തെ വീഡിയോസ് ഒക്കെ കണ്ടോക്കാം. ലെറ്റ്സ് ഗോ. ഇന്ന് വൈകുന്നേരം ഇപ്പോ ജിമ്മിലൊക്കെ പോയി കുറച്ച് വർക്കൗട്ട് ഒക്കെ ചെയ്ത് അടുത്തുള്ള പാർക്കിൽ നിന്ന് നല്ല പൊറാട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരുന്നത്. അബുദാബി വത്ബ ഹിൽസിൽ നല്ല സൺസെറ്റ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, അവിടത്തേക്ക് പോയാലോ എന്ന് ചോദിച്ചു. പിന്നെ തിരിഞ്ഞു മറിഞ്ഞു നോക്കിയില്ല, എല്ലാവരും പെട്ടെന്ന് തന്നെ സെറ്റാക്കി നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പിടിച്ചു. അവിടത്തേക്ക് പോകുന്ന വഴിയും അടിപൊളിയാണ്, രണ്ട് സൈഡിലും ഫുള്ള് ചെടിയൊക്കെ ആയിട്ട്. ഈ പച്ചപ്പ് അധികം സമയം ഉണ്ടാവില്ല. ഹില്ലിന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരുഭൂമി കൂടിയാണ് യാത്ര ചെയ്യേണ്ടത്. മരുഭൂമി കൂടി വേണം ഹില്ലിന്റെ മുകളിലേക്ക് കയറി പോകാൻ വേണ്ടി. ദൂരെ കാണുന്ന ഫ്ലാഗുള്ള സ്ഥലത്താണ് നമുക്ക് സൺസെറ്റ് കാണാൻ വേണ്ടി എത്തേണ്ടത്. ഇവിടെയുള്ള ഹില്ലിന്റെ ഏറ്റവും ടോപ്പാണത്. നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് സൂര്യനെല്ലാം ഏകദേശം താണു തുടങ്ങിയിട്ടുണ്ട്. ഫൈനലി നമ്മൾ അവിടെ എത്തി. നല്ല അടിപൊളി സ്ഥലം, സൺസെറ്റ് ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് കാണാൻ പറ്റും. നമ്മളവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല കാറ്റുണ്ട്. പിന്നെ നമ്മൾ അവിടെ എത്തുമ്പോ ഒരു അറബി അവിടുന്ന് പാരാഗ്ലൈഡിങ് ചെയ്യുന്നുണ്ട്, അതും കണ്ടിരിക്കാൻ നല്ല രസേനു. ഭയങ്കര കാറ്റായോണ്ട് തന്നെ അമ്മക്ക് ആ രസമുള്ളൂ തോന്നുന്നുണ്ട്. ഓനിക്ക് രസമുണ്ടോ എന്ന് തിരിഞ്ഞില്ല, കാരണം ഓനിക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ സൂര്യനൊക്കെ ഏകദേശം താണു തുടങ്ങി ചന്ദ്രൻ വരുവാനായിക്ക്. അപ്പോഴത്തേക്ക് നമ്മള് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് പോവാൻ നിൽക്കുമ്പോഴാണ് ഇച്ചങ്ങായി താഴത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാന്. എന്നാ പിന്നെ ഓൻ ഇറങ്ങുന്ന കൂടെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓൻ കറങ്ങി താഴത്തേക്ക് ഇറങ്ങൽ തുടങ്ങിയിട്ടുണ്ട്. ഓൻ ഇറങ്ങലു താഴെന്നൊരു ലോറി വരുന്നുണ്ട്. ഓനെ തട്ടിക്കൊല്ലോ എന്നുള്ളത് ഒരു സസ്പെൻസ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ. കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് ചന്ദ്രൻ അവിടെ ഉദിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ചന്ദ്രനെയും സൂര്യനെയും ഒരുമിച്ച് കാണാൻ പറ്റും. ഇവിടുത്തെ കലാപരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങാണ്. ഏകദേശം മോന്തിയാവാനായിട്ടുണ്ട്. അവിടുന്ന് നേരെ നമ്മള് അബുദാബി സിറ്റിയിലുള്ള മദീന ജായത്തിലേക്ക് പിടിച്ചു. അവിടെയുള്ള പയ്യന്നൂർ റെസ്റ്റോറന്റിൽ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മളെ ഡിന്നർ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മള് ബീഫ് റോസ്റ്റും ചിക്കൻ കറിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഫുഡും കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ പെർഫ്യൂം വാങ്ങാൻ വേണ്ടി മദീന ജായത്തിൽ തന്നെയുള്ള പെർഫ്യൂം ഷോപ്പും തപ്പി ഇറങ്ങി. ഗേറ്റ് നമ്പർ 4 അടുത്തുള്ള ഒരു ചങ്ങായി അവിടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നാ പിന്നെ ഓന്റെ ഒരു പെർഫ്യൂം വാങ്ങി ട്രയൽ ചെയ്ത് നോക്കാന്ന് വിചാരിച്ച് ഓന്റെ ഒരു പെർഫ്യൂം വാങ്ങി. UAE പെർഫ്യൂം കിങ് ആയിട്ടുള്ള യൂസുഫ് ഭായിന്റെ ഷോപ്പ് ഉണ്ട് മദീന ജായദില്. നമ്മൾ അവിടത്തേക്ക് കുടിച്ചു. ഇവിടെ ഒരു സ്മെല്ല് പറഞ്ഞു കൊടുത്താല് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ആ സ്മെല്ലുള്ള പെർഫ്യൂം ഉണ്ടാക്കി തരും. അവിടുന്ന് ഒരു പെർഫ്യൂം വാങ്ങി നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോകാൻ വേണ്ടി മദീന ജായദിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഇന്ത്യ പാകിസ്ഥാന്റെ ഫൈനലും കണ്ടുകൊണ്ട് തിരിച്ച് റൂമിലേക്ക് കുടിച്ചു. ഡേ വെൽ സ്പെൻഡ്, ഇന്ത്യ ജയിച്ച്. അങ്ങനെ ഇന്നത്തെ ദിവസം ഖലാസ്.